വാസേട്ടാ നല്ല പച്ചക്കപ്പയുണ്ട്, വേണോ? കപ്പ വേണ്ട, അവൾക്ക് കപ്പ തിന്നത്തില്ല, കഷായം കുടിച്ചോണ്ടിരിക്കുമല്ലേ. ഇച്ചി പോലോട് ഇങ്ങനെ തരാ. എന്നാ ചേച്ചി എന്തിയേ? അവളാ ജീപ്പേ പോയി. ഞാൻ ആ ബൂത്തിൽ കുറേ നേരം ഇരുന്നതാ. ഞാൻ 2:30 കഴിഞ്ഞ്. ചോറുണ്ടായിരുന്നോ? ചോറൊക്കെ അവിടെ നിന്നുണ്ട്. അവിടെ ചോറും കറിയൊക്കെ വെച്ചായിരുന്നല്ലോ ബൂത്തിലേ. എങ്ങനുണ്ട് നമ്മുടെ കൊച്ചി? ജയിക്കുവോ? ജയിക്കുമെന്നാ പറയുന്നത്. സാധാരണ രാവിലെ പോയി വോട്ട് ചെയ്തിട്ട് വരാറല്ലേ വാസേട്ടാ പതിവ്. എന്നാ പറ്റി ഇത്ര നേരം ബൂത്തിലിരിക്കാൻ? അവൻ വരുവാണെങ്കിൽ ഒന്ന് കാണാമെന്നൊക്കെ ഓർത്ത് ആ ബൂത്തിലിരുന്നേ. എന്നോട് സന്തോഷം പറഞ്ഞായിരുന്നു, അവനെ വിളിച്ചിട്ടുണ്ട്. അതിനല്ല, ഈ പഞ്ചായത്ത് ഇലക്ഷൻ ആകുമ്പോഴേ ഈ പുറത്തുള്ള വോട്ടുകളെല്ലാം കൊണ്ട് ചെയ്യിക്കുമല്ലോ. കാണാനായിട്ടിരുന്ന അവൻ രാവിലെ വന്ന് വോട്ട് ചെയ്തിട്ട് പോയി. ഞങ്ങളെ കാണണമെന്നൊന്നും അവനില്ല. അവൻ വിളിക്കാറുമില്ലേ? 1.5 വർഷമായില്ലേ വീട് വിട്ടു പോയിട്ട്. ഒരു കോണ്ടാക്റ്റും ഇല്ല. അമ്മച്ചി വയ്യാതെ ആശുപത്രി കിടന്നിട്ട് പോലും അവൻ വന്നില്ല. അതിന് മാത്രം ഞങ്ങൾ എന്നതാ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അവൻ്റെ ചെറുപ്പത്തിലേ വാസേട്ടൻ്റെ തോളേന്ന് അവൻ ഇറങ്ങുകയില്ലായിരുന്നു. നെറ്റിയിൽ ഇതെന്നാ പറ്റിയതാ? അത് ഇന്നലെ ആ മരത്തെ കയറിയപ്പം ഒരു കമ്പ് കൊണ്ട. ഇപ്പം എവിടാ പണി? പറമ്പിൽ പണിയൊക്കെ ഉണ്ട്. നീ എങ്ങോട്ടാ? വീണ്ടും ബൂത്തിലോട്ട് പോവാണോ? ഞാൻ പോയേക്കുവാ. ഒരു കപ്പക്കൂമ്പോലെ എടുക്കണം. വെയിൽ താമ കഴിയുമ്പോഴേ ഒരു മഴ കിട്ടിയായിരുന്നല്ലോ. നിന്നെ വിളിക്കുവാണെങ്കിൽ ഒന്ന് പറഞ്ഞേരെ. അപ്പം ഞാൻ നിന്നെ നോക്കി ബൂത്തിൽ വന്നിരുന്നായിരുന്നെന്ന്. വീട്ടിൽ വരണ്ട, വഴിക്ക് വെച്ചെങ്കിലും കാണുമ്പോൾ ഞങ്ങളോടൊന്നും മിണ്ടാമല്ലോ. ഇങ്ങനെ തലയും വെട്ടിച്ചാണ്ടാ പോകുന്നത്. എങ്ങനെ വളർത്തിയതാ? വളർത്തി വലുതാക്കാനേ യോഗമുള്ളൂ അപ്പനമ്മമാർക്ക്. കപ്പ വേണ്ട കേട്ടോ, പോവാണേ.